സിബ്ലിംഗ് റൈവൽറി ഉണ്ടാവുന്നത് ഇറ്റ്സ് നോർമൽ. പക്ഷേ അത് എസ്കലേറ്റ് ചെയ്ത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരു ലെവലിലേക്കോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഉപദ്രവമാവുന്ന ലെവലിലേക്കോ എത്തുമ്പോഴാണ് നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഒരുപാട് പേരൻസ് ഫസ്റ്റ് ഒരു ചൈൽഡ് ഉണ്ടായിട്ട് രണ്ടാമത്തെ ഒരു കുട്ടിയെക്കുറിച്ച് ആലോചിക്കാത്തത് അല്ലെങ്കിൽ ആലോചിക്കാൻ അവരെ പേടിപ്പിക്കുന്ന ഒരു കാര്യം മൂത്ത കുട്ടിയോടുള്ള സ്നേഹം കുറഞ്ഞു പോകുമോ അല്ലെങ്കിൽ മൂത്ത കുട്ടിക്ക് അതൊരു വിഷമം ഉണ്ടാക്കുമോ എന്ന് വിചാരിച്ചിട്ട് അടുത്തൊരു കുട്ടി വേണ്ടാന്ന് വെച്ചിട്ടുള്ള ഒരുപാട് പേരൻസ് ഉണ്ട്. ചില സൈക്കോളജിസ്റ്റുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് 3 വയസ്സിന് മുന്നേയും അതുപോലെ 8 വയസ്സിന് ശേഷവുമാണ് ഒരു സിബ്ലിംഗ് അവരുടെ ലൈഫിലേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് അത് മനസ്സിലാക്കാനും അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ ആ ഒരു ഫേസിൽ കൂടെ കടന്നു പോകാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് 3 വയസ്സിന് മുന്നേ ആണെന്നുണ്ടെങ്കിൽ അവർക്കത് ഭയങ്കരമായിട്ട് എല്ലാം ഷെയർ ചെയ്ത് പോകുന്നത് അത്രയധികം മനസ്സിലാവില്ല എന്നുള്ളൊരു കോൺസെപ്റ്റിലും 8 വയസ്സിന് ശേഷമാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇൻട്രാക്ട് ചെയ്യാൻ അവരുടേതായിട്ടുള്ള ഫ്രണ്ട്സും ഒക്കെയുള്ളൊരു വേറൊരു വേൾഡ് കൂടെ സ്കൂൾ പോലെയുള്ള ഒരു ലോകമൊക്കെ അവർക്ക് തുറന്നു കിട്ടുന്നതുകൊണ്ട് അവർക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് അതിൽ കൂടെ നാവിഗേറ്റ് ചെയ്യാൻ പറ്റും എന്നൊരു വിശ്വാസത്തിൽ നിന്നാണ് ഇത് പറയുന്നത്. പക്ഷേ എനിക്ക് പേഴ്സണലി പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത് ഇറ്റ് ഡിപ്പെൻസ്. ചില കുട്ടികൾക്ക് ഇപ്പോൾ 1.5 വയസ്സോ 2 വയസ്സോ ഉള്ളെങ്കിൽ പോലും ഒരു സിബ്ലിങ്ങിൻ്റെ പ്രസൻസ് അവർക്ക് തീരെ എടുക്കാൻ പറ്റില്ല. ചില കുട്ടികൾക്ക് ഇപ്പോൾ 8 വയസ്സല്ല 10 വയസ്സല്ല, നമ്മളിപ്പോൾ റീസെൻ്റ്ലി പറഞ്ഞ എക്സാമ്പിളിൽ 12 വയസ്സ് കഴിഞ്ഞാൽ പോലും നമ്മുടെ ആ ഒരു പ്ലേസിലേക്ക് വേറൊരാൾ വരുന്നത്, ആ സ്നേഹം ഷെയർ ചെയ്യുന്നത് പലപ്പോഴും എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഫാക്റ്റ്.